ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളുടെ ഇടയിലെ വർദ്ധിച്ചു വരുന്ന ക്രൈം റേറ്റും അവരുടെ ലഹരി ഉപയോഗമൊക്കെ കണ്ട് നാളെ എന്തായി തീരും എന്നാലോചിച്ച് വറീഡാകുന്ന വലിയൊരു ശതമാനം ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. സ്പെഷ്യലി 2025 ശേഷം വന്ന ചില വാർത്തകൾ കേൾക്കുമ്പോൾ 23-കാരൻ സ്വന്തം വീട്ടിൽ 5 ആൾക്കാരെ കൊലപ്പെടുത്തുന്നു, 15-കാരനെ കൂട്ടുകാരൊക്കെ കൂടെ ചേർന്ന് കൊട്ടേഷൻ കൊടുത്ത് കൊലപ്പെടുത്തുന്നു, പിന്നെ 15 വയസ്സുള്ള ഒരു കുട്ടിയെ 42-കാരനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നു, 14 വയസ്സുള്ള ഒരു പയ്യൻ 35 വയസ്സുള്ള ഒരു സ്ത്രീയുടെ കൂടെ നാട് വിട്ടു പോകുന്നു. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കേൾക്കുമ്പം കുട്ടികളുടെ ഇടയിലത്തെ ക്രൈം റേറ്റ് കൂടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം, ഇവർ പലതരത്തിലുള്ള ചൂഷണത്തിന് വിധേയമാകുന്നുണ്ട് എന്നുള്ളൊരു കാര്യത്തിലും നമുക്ക് ആർക്കും വലിയ കൺഫ്യൂഷൻ ഇല്ല. പക്ഷെ നമ്മൾ യൂഷ്വലി കുറ്റപ്പെടുത്തുന്നത് മൊബൈൽ ഫോണിൻ്റെ യൂസിനെ, മാർക്കോ പോലുള്ള സിനിമകളെ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കിടക്കുന്നത് നമ്മുടെയൊക്കെ ഫാമിലി ഡൈനാമിക്സിൽ വന്നിട്ടുള്ള മാറ്റങ്ങളിലാണെന്നും വാല്യൂസിൽ ഉണ്ടായിട്ടുള്ള കുറവിലാണെന്നുള്ളത് നമ്മൾ പെട്ടെന്നൊന്നും അങ്ങനെ അംഗീകരിക്കാറില്ല. അപ്പോൾ നാട്ടിൽ ഒത്തിരി പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ആ പ്രശ്നമുണ്ട് ഈ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റും. പക്ഷേ ഇതിനൊക്കെ ഒരു പോസിബിൾ സൊല്യൂഷൻ ഉണ്ടോ എന്ന് തപ്പുന്നിടത്തും അത് കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നിടത്തുമാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മുടെ ഭാരതത്തിൽ ഒരു ടീച്ചിങ് ഉണ്ട് എന്ന് വെച്ചാൽ ഒരാൾ ഒരു 13 വയസ്സിനും 24 വയസ്സിനും ഇടയിലും അതിനപ്പുറത്തും ചെയ്യുന്ന അയാളുടെ എല്ലാ പ്രവൃത്തികളും, അയാൾ കാണിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും 6 തൊട്ട് 12 വയസ്സ് വരെ അയാൾ എന്ത് പഠിച്ചു എന്നുള്ളതിൻ്റെ ബേസിസിലായിരിക്കും എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇതൊരു കോൺസെപ്റ്റ് മാത്രമല്ല, സയൻറ്റിഫിക്കലി തെളിയിക്കാൻ പറ്റുന്ന ഒരു സത്യം കൂടെയാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം ഇത്തിരി കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു ചുറ്റുപാടിൽ പഠിച്ചെടുത്തിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ ആയിരിക്കും നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു കൾച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടീച്ചിങ് പ്രകാരം ഒരു കുട്ടിയുടെ പ്രായത്തിനെ നമ്മൾ 3 തിരിക്കാൻ പോകുന്നത്: ശിശു അവസ്ഥ, ബാലാവസ്ഥ, കിഷോരാവസ്ഥ, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതിൽ ശിശു അവസ്ഥ എന്നൊക്കെ പറയുന്നത് ഒരു കുട്ടിയുടെ 0 തൊട്ട് 6 വയസ്സ് വരെയുള്ള ഒരു പ്രായമാണ്. സമയത്ത് കുട്ടി തീർത്തും ഇന്നസെൻ്റ് ആണ്, അതിന് അത്രയധികം കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ബാലാവസ്ഥ എന്ന് പറയുന്നത് 6 തൊട്ട് 12 വയസ്സ് വരെയുള്ള ഒരു പ്രായമാണ്. പിന്നെ കിഷോരാവസ്ഥ എന്ന് പറയുന്നത് ടീനേജ് പ്രായം, അഡോളസെൻസിൻ്റെ ആ ഒരു ഏജാണ്. അപ്പം ഈ ഒരു കിഷോരാവസ്ഥ അല്ലെങ്കിൽ അഡോളസെൻസ് എന്ന് പറയുന്നൊരു പ്രായത്തിൽ നമുക്ക് ഇപ്പോഴും ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കാനും പിന്നെ ഭയങ്കര റിബല്യസ് ആയിട്ടിരിക്കാനും ഒക്കെയുള്ള ഒരു തോന്നലുണ്ടാവുന്ന ഒരു സമയമാണ്. കാരണം നമുക്ക് കുറേ ഹോർമോണൽ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു ഏജാണത്. ആ സമയത്തും അതിന് ശേഷവും നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ബാലാവസ്ഥ അഥവാ 6 തൊട്ട് 12 വയസ്സ് വരെ നമ്മൾ എന്തൊക്കെ പഠിച്ചു, നമ്മൾ എന്തൊക്കെ ടീച്ചിങ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ടിരിക്കും എന്നുള്ളതാണ് ഒരു സത്യം. അപ്പം നമ്മുടെ വീട്ടിൽ വളർന്ന ഒരു കുട്ടി നാളെ ഒരു ക്രിമിനൽ ആവരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ബാലാവസ്ഥയിൽ തന്നെ അഥവാ 6 തൊട്ട് 12 വയസ്സ് വരെയുള്ള ആ ഒരു പ്രായത്തിൽ തന്നെ ആ കുട്ടിക്ക് റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള കുറച്ചധികം ഡിസിപ്ലിൻ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ എന്തുകൊണ്ട് ഈ 6 തൊട്ട് 12 വയസ്സ് വരെയുള്ള ഒരു പ്രായം ഇത്ര ഇമ്പോർട്ടൻ്റ് ആവുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കുട്ടികളൊരു അബ്സോർപ്ഷൻ മോഡിലായിരിക്കും. അവർ കാണുന്നതും കേൾക്കുന്നതും മറ്റുള്ളവർ സംസാരിക്കുന്നതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പ്രായമാണ്. ഈ സൂക്ഷിച്ചു വെക്കുന്ന സാധനങ്ങൾ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ടാവും. പിന്നീട് അതിൻ്റെ ഒരു നോളേജിലാണ് ഇവർ പ്രവർത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ കാര്യമായിട്ടുള്ള ഭക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു മനുഷ്യന് അയാളുടെ ലൈഫിൽ ഡിസിപ്ലിൻ കൊണ്ടുവരാനായിട്ട് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് അയാളുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അയാൾ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അവിടെ അയാൾക്ക് കൺട്രോൾ കിട്ടുകയാണെങ്കിൽ ലൈഫിലെ ബാക്കി എല്ലാ കാര്യങ്ങളിലും കൺട്രോൾ കിട്ടും എന്നാണ് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറയാറുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം നമ്മുടെ വീട്ടിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ വാശി പിടിക്കുന്നതും ഫുഡിൻ്റെ കാര്യത്തിൽ തന്നെ ആയിരിക്കും. ചില കുട്ടികൾ തക്കാളി കഴിക്കില്ല, ചില കുട്ടികൾ പരിപ്പ് കഴിക്കില്ല, ചില കുട്ടികൾ ക്യാബേജ് കഴിക്കത്തില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നവും വഴക്കൊക്കെ ആയിരിക്കും. നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ചെറുപ്പത്തിൽ. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് മാതാപിതാക്കളുടെ മനസ്സ് കൂടുതൽ അലിയുന്നതും കുട്ടികൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ മേടിച്ചു കൊടുക്കാനോ ചിപ്സ് അടക്കം എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊടുക്കാനോ ഒക്കെ നമ്മൾ ശ്രമിക്കുന്നതും ഇങ്ങനെയുള്ള വാശികളുടെ സമയത്താണ്. പക്ഷേ പതുക്കെ നമ്മൾ അവിടെ കൺട്രോൾ കൊണ്ടുവരണം. അഥവാ 6 to 12 ഏജിനകത്ത് വീട്ടിൽ ഇന്ന് എന്താണ് കിട്ടുന്നത് അത് കഴിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് നമ്മൾ അവരെ കൊണ്ടുവരണം. അവിടെ വേറെ ഓപ്ഷൻസ് നമ്മൾ അവർക്ക് കൊടുക്കാണ്ടിരിക്കണം. കുറച്ച് പാടുള്ള പരിപാടിയാണ്, പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ അവരെ ശീലിപ്പിക്കണം. കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നല്ല കൺട്രോളുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ലൈഫിലെ ബാക്കി എല്ലാ ഏരിയയിലും അയാൾക്ക് ശോഭിക്കാനായിട്ടും കൺട്രോൾ കൊണ്ടുവരാനായിട്ടും സാധിക്കും. ഇപ്പം നമുക്കറിയാമല്ലോ, ഭക്ഷണം എന്ന് പറയുന്നത് തന്നെയാണ് മെഡിസിൻ.
അപ്പം ഇത് തന്നെയാണ് പല അസുഖങ്ങളുടെയും പല മാനസികാവസ്ഥകളുടെയും ഗേറ്റ് വേ ആവാനായിട്ട് പോകുന്നത്. നമ്മുടെ ശീലങ്ങളിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. രണ്ടാമത്തത് ടൈമാണ്, അല്ലെങ്കിൽ സമയം. ഒരാൾക്ക് അയാളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത് ഫ്യൂച്ചറിൽ അയാളുടെ ടൈം മാനേജ്മെൻറ്റ് സ്കിൽസിലാണ്. അപ്പോൾ ഈ ചെറിയ പ്രായം തൊട്ട് തന്നെ നമ്മൾ കുട്ടികളെ ടൈം മാനേജ്മെൻറ്റ് സ്കിൽസ്, അതുപോലെ തന്നെ ടൈമിനെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു കാര്യം, അതായത് നമ്മുടെ സമയം വേസ്റ്റ് ആക്കാൻ പാടില്ല, നമ്മൾ കാരണം മറ്റൊരാളുടെ സമയം വേസ്റ്റ് ആക്കാൻ പാടില്ല, നമ്മൾ വേറെ ആളെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല, നമുക്ക് പഠിക്കാനും കളിക്കാനും ഒക്കെ ഉള്ള സമയത്തിൻ്റെ ഇടയിൽ വേറെ ആൾക്കാർ അത് കൊണ്ടുപോയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ അനുവദിച്ചുകൂടാ, എല്ലാ സമയങ്ങളും റെസ്പെക്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു കാര്യം നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അവർ വളരുന്നതിൻ്റെ ഒപ്പം ആ ഒരു ടൈം മാനേജ്മെൻറ്റ് സ്കില്ലും ടൈമിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു സ്വഭാവവും അവരുടെ കൂടെ തന്നെ വളരും. അതായത് കൃത്യമായ കാര്യങ്ങൾക്ക് കൃത്യമായ സമയം കണ്ടെത്താനും ആ സമയത്തിനെ ഏറ്റവും റെസ്പെക്റ്റോടും ഏറ്റവും നല്ല മാനേജ്മെൻറ്റ് സ്കിൽസോടും കൂടെ കൊണ്ടുപോകാനും അവർ പഠിച്ചിരിക്കണം. പക്ഷേ ഇത് അവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഈ ഒരു കാര്യം നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതിൽ ആദ്യത്തെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ ഒരു കുട്ടി ഫ്യൂച്ചറിൽ സക്സസ്ഫുൾ ആവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ആദ്യം നമ്മൾ കൊടുക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് സമയം എങ്ങനെ മാനേജ് ചെയ്ത് ശീലിക്കും എന്നുള്ളത്. ഇനിയത്തെ കാര്യം പണമാണ്, അല്ലെങ്കിൽ പൈസയാണ്. ഇപ്പോൾ പണ്ടത്തെ പാരൻസിനോട് ജനറലൈസ് ചെയ്യല്ല, എന്നാലും പണ്ടത്തെ പാരൻസിനോട് നമുക്ക് കുറച്ചൊക്കെ റെസ്പെക്റ്റ് തോന്നുന്നതും ഇന്നത്തെ പാരൻസ് കുറച്ചധികം ഫെയിലായി പോയിന്ന് തോന്നുന്നതുമായിട്ടുള്ളൊരു ഏരിയ ആണ് കുട്ടികൾക്ക് ഈ പൈസയുടെ വില അറിഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു ഏരിയ. നമ്മൾ ഒരിക്കലും അവർ വാശി പിടിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉടനെ തന്നെ ചെയ്തു കൊടുക്കാനായിട്ട് നിൽക്കരുത്. പിന്നെ പൈസയുടെ വില അറിഞ്ഞിട്ട് വേണം ഓരോ കുട്ടിയും വലുതാവാനായിട്ട്. ഇപ്പം ഈ പൈസ നമ്മൾ സേവ് ചെയ്തില്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കും, പൈസ നമ്മൾ സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ നാളെ നമ്മുടെ വീടിന് എന്ത് സംഭവിക്കും, ആരോഗ്യത്തിന് എന്ത് സംഭവിക്കും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പിള്ളേരെ അറിഞ്ഞ് തന്നെ വളരണം. ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് കുറച്ചൊക്കെ അവരെ കൊണ്ടുപോകണം, ഈ ഉത്തരവാദിത്തം കുറച്ചൊക്കെ അവരെ കൊണ്ട് ഷെയർ ചെയ്യിപ്പിക്കണം. പൈസയുടെ വില എങ്ങനെയും ഈ 6 to 12 എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഉള്ളിൽ അവരറിഞ്ഞിരിക്കണം. അത് മാത്രമല്ല, ഒരു റിവാർഡ് കൾച്ചർ കൊണ്ടുവരുന്നത് ഭയങ്കര നല്ലൊരു കാര്യമായിരിക്കും. എന്ന് വെച്ചാൽ കുട്ടികൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അപ്പം തന്നെ അതെടുത്ത് കൊടുക്കാണ്ട് നിങ്ങൾ എന്തെങ്കിലും അച്ചീവ് ചെയ്ത് വന്നാൽ ഇത് തരാം എന്നൊക്കെയുള്ള രീതിയിൽ ഒരു റിവാർഡ് കൾച്ചറായിട്ട് മാത്രം അവർക്ക് സാധനങ്ങൾ മേടിച്ചു കൊടുക്കുന്ന ഒരു കാര്യം കൂടെ കൊണ്ടുവരാണെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യും. സോ പൈസയുടെ വില ഏത് വിധേനയും അറിഞ്ഞില്ല എന്നാണെങ്കിൽ ഈ പൈസക്ക് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ നമ്മളിത് ചോദിക്കുമ്പോൾ കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടായാൽ അതിന് വേണ്ടിയിട്ട് അവർ നാളെ ഏതറ്റം വരെയും പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും. ഇത് മാത്രമല്ല, ഫ്യൂച്ചറിൽ അവർക്ക് കിട്ടുന്ന പൈസ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരു ധാരണയും ഉണ്ടാവില്ല. അങ്ങനെ അവർ സാമ്പത്തികമായിട്ട് തകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ കുട്ടികൾ ഒരു കാര്യത്തിന് വാശി പിടിക്കുമ്പോൾ അത് മേടിച്ചു കൊടുക്കാണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് പല പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റേജ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പൈസയുടെ വില അറിയാണ്ട് ഒരു കുട്ടി പോലും വളരരുത്. കാരണം പൈസയുടെ വില അറിയാണ്ട് വളരുന്ന കുട്ടികളായിരിക്കും പൈസയ്ക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടും ഒരുപാട് ക്രൈമുകൾ കൂടുതൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഈ കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ സംസാരം. അപ്പം ഇതിനെ എങ്ങനെ എത്രയും ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും ചോദിച്ചാൽ, 6-ാം തമ്പുരാൻ സിനിമയ്ക്കകത്ത് ഒരു ഡയലോഗ് ഉണ്ട്, വാവിട്ട വാക്ക് കൈവിട്ട ആയുധം രണ്ടും തിരിച്ചെടുക്കാൻ പറ്റില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വേർഡ്സും. ഇപ്പം നമ്മൾ പലരും വലുതായതിന് ശേഷമായിരിക്കും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുക ഈ വാക്കുകൾ എന്ന് പറയുന്നത് ഭയങ്കര മൂർച്ചയുള്ള കാര്യങ്ങളാണ്. പല ആൾക്കാരുടെയും പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഏറ്റവും കൂടുതൽ ലോസസ് ഉണ്ടാക്കിയിട്ടുള്ളതും പല പ്രശ്നങ്ങളിലും നമ്മളെ കൊണ്ട് പെടുത്തിയിട്ടുള്ളതും വാക്കുകളുടെ കാര്യത്തിൽ നിയന്ത്രണം ഇല്ലാത്തതാണെന്നൊക്കെ വലുതായതിനു ശേഷമായിരിക്കും നമ്മൾ പലരും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം. അപ്പം അത് ഒരു 6 to 12 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ബാലാവസ്ഥയിൽ ഈ കാര്യത്തിലും കൂടെ കൺട്രോൾ കൊണ്ടുവരാനായിട്ട് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റിയാൽ ഫ്യൂച്ചറിൽ ഒരു വലിയ ശതമാനം പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് അവരെ മാറ്റി നിർത്താനായിട്ട് സാധിക്കും. പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റില്ലെങ്കിലും ഈ തറുതല പറയരുത് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ആ ഒരു കോൺസെപ്റ്റ് ഒരു 70-75% ഒരാൾക്ക് യൂസ്ഫുൾ ആണ് എന്നാണ് ഇപ്പം തോന്നുന്നത്. കാരണം ആരോട് എപ്പോൾ എങ്ങനെ ഏത് സിറ്റുവേഷനിൽ എങ്ങനെ സംസാരിക്കണം എന്നറിയാത്ത ഒരാൾ എങ്ങനെ പോയാലും കൂടുതൽ ട്രബിൾസിൽ പോയി ചാടാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാലാവസ്ഥയിൽ നമ്മളൊരു കുട്ടീനെ സംസാരത്തിൻ്റെ കാര്യത്തിൽ ഡിസിപ്ലിനൊക്കെ ശീലിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇപ്പം നമ്മൾ മോശം വാക്കുകൾ ഉപയോഗിച്ചാൽ അവർ കേൾക്കും, അത് അവർ പിക്ക് ചെയ്യും.
നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരോടും അതുപോലെ തന്നെ നാട്ടിലുള്ള ആൾക്കാരെ പറ്റിയിട്ടും മോശമായിട്ടുള്ള രീതിയിൽ ഫോൺ കോളിലൂടെയോ മറ്റോ ഒക്കെ സംസാരിച്ചാൽ അത് ഈ കുട്ടി പിക്ക് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അബ്സോർബ് ചെയ്യുന്ന ഒരു പ്രായമാണ്. ഇതൊക്കെ അവർ അബ്സോർബ് ചെയ്ത് വെച്ചുകൊണ്ടേയിരിക്കും. സോ ഇത് അവരെ പഠിപ്പിക്കണമെങ്കിൽ നമ്മളും നമ്മുടെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള ഡിസിപ്ലിൻ പല കാര്യങ്ങളിലും കൊണ്ടുവന്നിരിക്കണം. അപ്പോൾ ഭക്ഷണം, സമയം, സംസാരം, പണം, ഈ 4 കാര്യങ്ങളിൽ ബാലാവസ്ഥയിൽ, അതായത് 6 തൊട്ട് 12 വയസ്സ് വരെയുള്ള ഒരു പ്രായത്തിൻ്റെ ഇടയിൽ ഒരു കുട്ടിക്ക് റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, റഫ് ആൻഡ് ടഫ് എന്ന് പറയുമ്പോൾ ഞാൻ അടിച്ച് പഠിപ്പിക്കാനൊന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഈ ശീലങ്ങൾ അവരിലോട്ട് ഇങ്ങനെ ഏൽപ്പിച്ചുകൊണ്ടേയിരിക്കണം. അപ്പം അങ്ങനെ ഒരു കുട്ടി പഠിക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് എപ്പോഴും ഈ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടായിരിക്കും. ആ കുട്ടി വെൽ ഡിസിപ്ലിൻഡ് ആയിരിക്കും വലുതാവുമ്പോൾ. നമ്മൾ കാഴ്ചയിൽ നമുക്ക് അങ്ങനെ തോന്നുന്നില്ലെങ്കിലും അവർ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടായിരിക്കും വളരുന്നത്. അപ്പം ഇങ്ങനത്തെ വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പല ചട്ടക്കൂടുകളും പൊട്ടിച്ച് ഒരു ക്രൈമിലോട്ട് പോവുക, അതിൻ്റെ ഭാഗമാവുക, ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമാവുക എന്നൊക്കെ പറയണത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലാത്ത ഒരു മിസ്റ്റേക്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു കുട്ടി ഒരു 70 to 80% പ്രശ്നങ്ങളിൽ നിന്നും മാറി നിൽക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ കിഷോരാവസ്ഥയിൽ അത് കഴിഞ്ഞിട്ടുള്ളൊരവസ്ഥയിലൊക്കെ ഒരു കുട്ടി നല്ല വൃത്തിയുള്ള ജീവിതം ജീവിക്കണമെങ്കിൽ ബാലാവസ്ഥയിൽ നമ്മൾ അവർക്കുള്ള ട്രെയിനിങ് അതിന് കൊടുക്കണം എന്നാണ് നമ്മുടെ ഒരു കൾച്ചർ നമ്മളെ പഠിപ്പിക്കുന്നത്. സോ ഈ ഒരു കോൺസെപ്റ്റ് ശരിയാണെന്ന് തോന്നുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ, അവരുടെ വീട്ടിലെ കുട്ടികളുടെ കാര്യത്തിലൊക്കെ അത് അപ്ലൈ ചെയ്യണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പം ഈ വീഡിയോയിൽ കേട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണകരമായിരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. ആൻഡ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.